കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ 2022 നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇതിൽ നടക്കുന്നത്. നമ്മൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ വെക്റ്റർ ഫംഗ്ഷൻ. വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ സൈൻ ടി ഐ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ടി ജെ പ്ലസ് 3t³ മൈനസ് 4k എന്നുള്ളതാണ്. അപ്പോൾ ഐയും ജെയും കെയും ഒക്കെ ഉള്ളൊരു വെക്റ്റർ ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് കാണുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. എങ്ങനെ ചെയ്യണം? d/dt ഓഫ് ആർ ഓഫ് ടി ചെയ്യുക അല്ലേ. നമുക്ക് തന്ന വെക്റ്റർ ഫംഗ്ഷൻ എന്താണ്? ആ വെക്റ്റർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണുക. അതായത് d/dt ഓഫ് തന്ന ആ വെക്റ്റർ ഫംഗ്ഷൻ കംപ്ലീറ്റ് ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കാണാം. ആദ്യം ഈ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കാണാം, അതിനെ പുറത്തിടുക. പിന്നെ ഇ റേസ് ടു മൈനസ് ടി ജെ ആണല്ലോ, അപ്പോൾ മൈനസ് d/dt ഓഫ് ഇ റേസ് ടു മൈനസ് ടി ജെ എന്ന് എഴുതുക. ദെൻ കേട അവിടെ ഉള്ളത് 3t³ മൈനസ് 4 ആണ്, അവിടെയും d/dt എന്ന് കൊടുക്കുക. ഇനി ഡെറിവേറ്റീവ് കാണുക. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടി അല്ലേ. ഇ റേസ് ടു മൈനസ് ടീനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു മൈനസ് ടി തന്നെയാണ് വരിക. ഒപ്പം എന്തും കൂടെ വരും? ഒരു മൈനസും കൂടെ വരും അല്ലേ. അതായത് d/dt ഓഫ് ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ആണ്. സോ ആ മൈനസും ഇവിടെയുള്ള മൈനസും കൂടെ ചേർന്നിട്ട് ഇത് എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ദെൻ 3t³ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3t³ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു t³ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3t² ആണ് വരിക അല്ലേ. ടി റേസ് ടു എൻ ചെയ്താൽ എന്ത് വരും? n(t)(n-1). അപ്പോൾ 3 ഓൾറെഡി ഇവിടെ ഉള്ള 3 നമ്മളിവിടെ എഴുതി. ദെൻ t³ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു ടി റേസ് ടു 3-1 എന്ത് വരും? 2 എന്ന് വരും. അപ്പോൾ ഇത് 9t² എന്നായിട്ട് വരും. ഒപ്പം ആ കെയും കൂടെ വരും. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വെക്റ്റർ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നോർമൽ രീതിയിൽ തന്നെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് വെക്റ്റർ ഫങ്ഷൻ തന്നിട്ടുള്ളത്. ഇ റേസ് ടു മൈനസ് 5t ഇ റേസ് ടു മൈനസ് 5t പ്ലസ് 5t³ ഇത്രയും തന്നിട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഐ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ മൈനസ് ഇ റേസ് ടു മൈനസ് 2t ജെ എന്ന് തന്നിട്ടുണ്ട് പ്ലസ് സൈൻ ടി കെ എന്നും തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ d/dt ഓഫ് എന്താ ചെയ്യേണ്ടത്? ആർ ഓഫ് ടി അല്ലേ. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കാണുക. ഓരോന്നും നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഓരോന്നിൻ്റെ മുന്നിലും d/dt ഇട്ടിട്ട് എഴുതിയാൽ മതി. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം അല്ലേ. d/dt ഓഫ് ഇ റേസ് ടു മൈനസ് 5t പ്ലസ് 5t³ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 5t ചെയ്താൽ ഇ റേസ് ടു മൈനസ് 5t ഉണ്ടാവും. ഇൻറ്റു ഒരു മൈനസ് 5ഉം കൂടെ വരും അല്ലേ. സോ ഇൻറ്റു മൈനസ് 5 എന്ന് എഴുതാം. പ്ലസ് 5t³ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 5 ഇൻറ്റു 3t² വരും. മൈനസ് ഇ റേസ് ടു മൈനസ് 2t ചെയ്താൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റു മൈനസ് 1 എന്ന് വരും. ദെൻ സൈൻ ടീനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? കോസ് ടി എന്ന് വരും. ഓക്കെ, ഇനി ഇതിന് ഐയും ജെ ഒക്കെ കൊടുക്കാൻ മറക്കരുത്. ആദ്യത്തെ കമ്പോണൻറ്റ് ഐ നമ്മൾ എഴുതണം, പിന്നെ ജെ ഉണ്ട്, ലാസ്റ്റ് കെയും ഉണ്ട്. ഓക്കെ, സോ ഫൈനൽ ആൻസർ വരുമ്പോൾ മൈനസ് 5 ഇ റേസ് ടു മൈനസ് 5t അല്ലേ പ്ലസ് 15t². 5 ഇൻറ്റു 3 15t². അപ്പോൾ അത്രയും ഐ എന്ന് വരും. മൈനസ് ഈ രണ്ട് മൈനസ് ചേരുമ്പോൾ അവിടെ പ്ലസ് ആയി. പ്ലസ് ഇ റേസ് ടു മൈനസ് 2t ജെ പ്ലസ്
കോസ് ടി കെ എന്ന് വരും. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യേണ്ട. ഡെറിവേറ്റീവ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് നോർമൽ രീതിയിൽ തന്നെ ഡെറിവേറ്റീവ്സ് കണ്ടാൽ മതി. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ ഡോ വൈ. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അല്ലേ? സോ ഇതെങ്ങനെ കാണണം? നമ്മൾ വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് കാണണം. അപ്പോൾ ഈ എക്സ് അല്ലാത്ത ടേമൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x³ y² മൈനസ് 6x² പ്ലസ് y² പ്ലസ് 5. ആ ക്വസ്റ്റ്യനിലുള്ള സംഭവം നമ്മൾ എഴുതി. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് അല്ലാത്തത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ എക്സ് അല്ലാത്തത് ഈ ഒരു ഫംഗ്ഷനിൽ y² അല്ലേ? y² മാത്രമല്ല, ഒരു 4 ഉണ്ട്. സോ 4y² അങ്ങ് മാറ്റി നിർത്തുക. x³ ചെയ്താൽ എന്ത് വരും? 3x² അല്ലേ? നേരത്തെ പറഞ്ഞു x³ ചെയ്താൽ 3x². ഇനി മൈനസ് 6x², അതിനകത്ത് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ചെയ്താൽ 6 കോൺസ്റ്റൻ്റ് ആണ്, നോർമലി അവിടെ ഇട്ടു. x² ചെയ്താൽ 2x വരും. ദെൻ y² ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, അവിടെ എക്സ് മാത്രമേ നോക്കണ്ടൂ അല്ലേ? കോൺസ്റ്റൻറ്റ് ഉള്ള കാരണം എന്ത് ചെയ്താൽ മതി? 0 വരും. 5 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, 0 വരും. അപ്പോൾ വെറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 0 വരും. സോ 4y² ഇൻറ്റു 3x² പറഞ്ഞാൽ 12x² y² മൈനസ് 6 ഇൻറ്റു 2 12x വരും. ഇനി വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്നത് ഡോ ഇസെഡ് ബൈ ഡോ വൈ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതാ നോക്കുക, നമ്മൾ ഫംഗ്ഷൻ ഇവിടെ എടുത്തെഴുതി. y അല്ലാത്ത ടേം കോൺസ്റ്റൻറ്റ്. ആദ്യത്തേൽ y അല്ലാത്ത ടേം ഏതാണ്? 4x³ അല്ലേ? y² ചെയ്താൽ എന്ത് വരും? 2y. ഇനി 6x², അതിനകത്ത് y ഇല്ല, അപ്പോൾ എന്ത് വരും? 0 വരും, കോൺസ്റ്റൻ്റ് ആണ്. y² y ഉണ്ട് അല്ലേ? y² ചെയ്താൽ എന്ത് വരും? 2y വരും. കോൺസ്റ്റൻറ്റ് ചെയ്താൽ 0 വരും. സോ 4 ഇൻറ്റു 2 8x³ y പ്ലസ് എന്ത് വരും? 2y. ആ 0 ഒക്കെ പോവും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് എന്ത് കാണാനാണ്? ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ ഇസെഡ് ബൈ ഡോ വൈ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൈ ദെൻ ഫൈൻഡ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഈ ഡെൽ എഫ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ, പിന്നെ ജെയ്ക്ക് വരുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ജെ, ദെൻ ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക അല്ലേ? അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതായത് തന്ന ക്വസ്റ്റ്യൻ എന്താണ്? എഫ് എന്തായിരുന്നു? ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ ആണ്. അതിൽ എക്സ് ടേം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇ റേസ് ടു എക്സ് വൈ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു എക്സ് വൈ തന്നെ വരും. എക്സ് അല്ലാത്ത ടേം കോൺസ്റ്റൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വൈ ഇ റേസ് ടു എക്സ് വൈ എന്ന് വരും. ദെൻ അടുത്തത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ ഇ റേസ് ടു എക്സ് വൈ, വൈ അല്ലാത്ത ടേം എക്സ് എന്ത് വരും? കോൺസ്റ്റൻറ്റ് വരും അല്ലേ? അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇസെഡ് ഇതിനകത്ത് വരുന്നില്ല, ഈ ഫംഗ്ഷനിൽ ഇസെഡ് ഇല്ല. ഇസെഡ് ഉണ്ടെങ്കിൽ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 2 ആൻസറിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്താൽ മതി? ഐയും ജെയും കൊടുത്താൽ മതി. അതായത് ആദ്യം കിട്ടിയത് വൈ ഇ റേസ് ടു എക്സ് വൈ ആണ്, അവിടെ ഐ കൊടുക്കുക. ദെൻ എക്സ് ഇ റേസ് ടു എക്സ് വൈ എന്നിടത്ത് ജെയും കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു y² മൈനസ് x² പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് -1,2. അപ്പോൾ ലെവൽ കർവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? തന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു y² മൈനസ് x². ഇനി അതിലേക്ക് നമുക്ക് ആ വാല്യൂസ് കൊടുത്ത് നോക്കാം. എഫ് ഓഫ് -1,2 കൊടുത്തു. എഫ് ഓഫ് -1,2 കൊടുക്കുമ്പോൾ എക്സ് കാണുന്നിടത്ത് -1ഉം വൈ കാണുന്നിടത്ത് 2ഉം കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 2² മൈനസ് എക്സ് എന്താണ്? -1 ആണ്. -1 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 4 - 1 വരും അല്ലേ? അപ്പോൾ എന്ത് വന്നു? 3 വന്നു. അപ്പോൾ ലെവൽ കർവ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതുക. അതായത് ഇപ്പോൾ കിട്ടിയതാണ് നമുക്ക് സി എന്ന് പറയുന്നത്. അതായത് y² മൈനസ് x² ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതുക. ഇനി നമ്മളത് ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? y² ബൈ 3 മൈനസ് x². y² ബൈ 3 മൈനസ് x² ബൈ 3 3/3 ചെയ്തെന്ത് വരും? 1 വരും.
അപ്പോൾ ഇതെന്തിൻ്റെയാണ്? ഹൈപ്പർബോളയുടെയാണ് അല്ലേ. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെവൽ കർവ് കാണാനുള്ള മെത്തേഡ്. ഇനി അടുത്തത് ഡൈവേർജൻറ്റ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡൈവേർജൻ ഫോർ എഫ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് ഇസെഡ് റേസ് ടു 4i പ്ലസ് 4x റേസ് ടു 5 വൈ സ്ക്വയർ ഇസെഡ് ജെ മൈനസ് വൈ റേസ് ടു 4 സെഡ് റേസ് ടു 6k. ദെൻ ഡൈവേർജൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ ഡോ F1 ബൈ ഡോ എക്സ്, ഡോ F2 ബൈ ഡോ വൈ, ഡോ F3 ബൈ ഡോ ഇസെഡ് ഇതെന്ത് ചെയ്യുക? പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഡോ F1 ചെയ്യാം. F1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ആദ്യത്തെ ഫംഗ്ഷൻ ഐയിൽ വരുന്നത്, രണ്ടാമത്തെ ജെൻ്റെ കമ്പോണൻറ്റിൻ്റെ കൂടെ വരുന്നത് F2ഉം പിന്നെ വരുന്നത് എന്താണ്? F3 ആണ്. അപ്പോൾ എളുപ്പമാണ്. ആദ്യത്തെ കമ്പോണൻറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5³ മൈനസ് ഇസെഡ് റേസ് ടു 4 ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് കാണുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് അല്ലാത്തത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തതിൽ എക്സ് അല്ലാത്തത് ഏതാണ്? y³ അല്ലേ. എക്സ് സ്ക്വയർ ചെയ്താൽ എന്ത് വരും? 2x വരും. മറ്റേ ഇസെഡ് റേസ് ടു 4 കംപ്ലീറ്റ് 0 ആയി പോകും, കാരണം എക്സേ നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ 2xy³ എന്ന് വരും. ഇനി ഡോ F2 ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ എഴുതുന്നത് ജെയുടെ കമ്പോണൻ്റ് ആണ് അല്ലേ. ജെ കമ്പോണൻറ്റിൻ്റെ വാല്യൂസ് ആണ് എന്താ? 4x റേസ് ടു 5 y³ വൈ സ്ക്വയർ ഇസെഡ് ആണ്. സോ എന്ത് വരും? 4x റേസ് ടു 5 ഇസെഡ് എന്നുള്ളത് കോൺസ്റ്റൻറ്റ്, വൈ വരുന്നത് ഏതാണ്? വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയറിനെ ചെയ്താൽ 2y മൾട്ടിപ്ലൈ ചെയ്താൽ 8x റേസ് ടു 5yz എന്ന് വരും. ഇനി F3 ചെയ്യുക, അതായത് കെ കമ്പോണൻറ്റിൻ്റെ ചെയ്യുക അല്ലേ. അതാണ് സെഡിന് ചെയ്യേണ്ടത്. സോ അതിൽ സെഡ് അല്ലാത്ത ടേംസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏതാ? വൈ റേസ് ടു 4 ആണ്, മൈനസ് വൈ റേസ് ടു 4 ആണ് എന്ത്? കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സെഡ് റേസ് ടു 6ന് ചെയ്താൽ 6 ഇൻറ്റു സെഡ് റേസ് ടു 5 എന്ന് വരും. സോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ -6 വൈ റേസ് ടു 4 ഇസെഡ് റേസ് ടു 5. ഇനി ആ കിട്ടിയത് ഓരോന്നും കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ മതി. നമുക്ക് കിട്ടിയ എല്ലാ ആൻസറും കൂടെ അങ്ങ് പ്ലസ് ചെയ്യുക. അപ്പം നമ്മുടെ ഡൈവേർജൻ്റായി മാറി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണത്. സോ ഡൈവേർജൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിട്ട് പ്ലസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 3 again ഇൻ്റഗ്രൽ -1 to 1 2x -4 dx അല്ലേ. ഇത് ഡബിൾ ഇൻ്റഗ്രലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഈ -1 to 1 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 2x -4 dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഇത് എക്സ് റേസ് ടു 1 ആണെന്ന് അറിയാലോ അല്ലേ. 2 ഇൻറ്റു എക്സ് റേസ് ടു 1നെ ചെയ്താൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ അത് ക്യാൻസലായി പോകും. ഓക്കെ. ദെൻ 4നെ ചെയ്താൽ എന്ത് വരും? 4x വരും. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ -4x ആണല്ലോ ക്യാൻസൽ ചെയ്താൽ വരുന്നത്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. സോ 1 സ്ക്വയർ എന്ത് വന്നു? 1 വന്നു. -4 ഇൻറ്റു 1 വന്നു അല്ലേ. മൈനസ് ലോവർ ലിമിറ്റ് -1 കൊടുക്കുക. -1 ഹോൾ സ്ക്വയർ എന്ത് വരും? +1 വരും അല്ലേ. -4 ഇൻറ്റു -1 എന്ത് വരും? +4 വരും. സോ 1 - 4 എന്ത് വന്നു? -3 വന്നു അല്ലേ. -5 അപ്പോൾ എന്ത് വന്നു? -8 വന്നു. -8 കോൺസ്റ്റൻ്റ് ആണ്. അതിനങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. എന്താ -8 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സാ വരിക. അപ്പോൾ വീണ്ടും 1 to 3 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് 3 കൊടുക്കുക. അപ്പോൾ 3 -1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 8 × 2 16 മൈനസും കൂടെ വരും.